അപ്പോൾ നമ്മുടെ യാത്രയുടെ ലോങ് വീഡിയോ ആണ് കേട്ടോ. എനിക്ക് പല പല കാര്യങ്ങൾ കൊണ്ട് എനിക്കിതിൻ്റെ ലോങ് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് രാമേശ്വരത്തേക്കാണ് കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ തവണ ആദ്യത്തെ തവണ പോയി വന്നപ്പോൾ തന്നെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് 25-ാം തീയതി. അപ്പോൾ 24-ാം തീയതി നമ്മൾ ഒരിക്കലൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അതായത് 1 മണിക്ക് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് 3 മണിക്കാണ് നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിൻ. ആ ട്രെയിൻ ഡെയിലി ഉള്ള ട്രെയിനാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് രാമേശ്വരം പോകുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് യാത്രക്കാരുണ്ട്. ഇവരെല്ലാം പഴനിക്കും മധുരയ്ക്കൊക്കെ പോകുന്നവരാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇരിക്കാനുള്ള സീറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിയത് കാരണം കൊണ്ട് നമുക്ക് ഒരു സീറ്റ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 3:30 ആയപ്പോൾ ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് എപ്പോഴും എഴുന്നേക്കാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 3:30 ആയപ്പോൾ കയറി കിടന്നുറങ്ങി. മാഷി ഇരുന്നുറങ്ങി, ഞാൻ കിടന്നുറങ്ങിയിട്ട് പിന്നെ 6-7 മണിയായിട്ടുണ്ടാവും ഞാൻ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ നമ്മുടെ അവിടെ ഏതോ ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഉഴുന്നുവടയും ചായയും വാങ്ങിച്ചിട്ട് ബാക്കി മെഡിസിൻ ഞാനും മാഷൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഇരുന്നും കിടന്നും നമ്മുടെ സമയം ഒരുപാട് യാത്ര ഉണ്ടല്ലോ. പാലക്കാട് കഴിഞ്ഞാൽ പൂര ചൂടാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത ക്ലൈമറ്റിലാണ് പോയത്. പക്ഷെ പാലക്കാട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് സ്റ്റോപ്പുകളൊന്നും അറിയില്ല കേട്ടോ. കുറേയൊക്കെ ഇരുന്ന് പാതി മയക്കം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റോപ്പുകളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വണ്ടി കയറി അപ്പോഴേ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടാണ്, വിയർത്തൊഴുകുന്ന ചൂടായിരുന്നു കേട്ടോ, നല്ല ചൂടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം ഇരുത്തവും കിടത്തവും ഒക്കെ ആയിട്ട് മടുപ്പായിട്ട് കുറേ നല്ല ലോങ് യാത്രയല്ലേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സുഖം കിട്ടിയതെന്ന് പറയുമ്പോൾ നമ്മുടെ രാമേശ്വരത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ പാമ്പൻ പാലം ഉണ്ടല്ലോ, ഒരുപാട് ദൂരമുള്ള പാമ്പൻ പാലമാണ്. അവിടെ എത്തുമ്പോൾ ഒരു തണുത്ത കാറ്റും ഒരു തണുപ്പ്, ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ. അത് കാണുമ്പോൾ നമുക്ക് ഉറക്കമൊന്നും വരില്ല, നമുക്ക് ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അടുത്തെത്താറായതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് രാമേശ്വരം പോകും ഞാൻ ഒരു 7 വർഷമായിട്ടാണ്. അന്ന് പോയിട്ട് പിന്നെ 7ാമത്തെ വർഷമാണത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ പിന്നെ ശ്രാദ്ധമായപ്പോൾ പിന്നെ ഞാൻ തിരുനാവായ ബലിയിടുന്നതിന് പകരം നമ്മൾ രാമേശ്വരത്ത് പോയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. മാഷിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം വരുന്ന 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുമിച്ച് പോയിട്ട് അങ്ങോട്ട് ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാമ്പൻ പാലത്തിലൂടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഈ എന്താ പറയുക, കടലിന് അനക്കമൊന്നുമില്ല കേട്ടോ. കുറേ അപ്പുറത്ത് നല്ല തിരകളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ അതിൻ്റെ പുറത്തോട്ടുള്ള വഴിയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കാലിപ്പോഴും ഭേദമായിട്ടില്ല കേട്ടോ. ചെറിയൊരു കൊക്കിച്ചാടലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മുട്ടിനാണ് പ്രശ്നം, ഭയങ്കരമായിട്ട് നീര് കെട്ടിയിട്ടുണ്ട്. ബെൽറ്റ് ഇട്ടിട്ടാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നടക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ബെൽറ്റ് അഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ മുട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങിക്കൊണ്ടിരിക്കുക, നിൽക്കുന്നിടത്തുനിന്ന് പൊസിഷൻ മാറും. അപ്പോൾ ഞാൻ വീണ് പോകും. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഓട്ടോ കിട്ടിയിട്ട് നമ്മൾ റൂം ആ ചേട്ടൻ തന്നെ റെഡിയാക്കി തന്നു. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ റൂം റെഡിയാക്കി തന്നു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരിക്കലൂണായ കാരണം ഉച്ചയ്ക്ക് എന്തായാലും ചോറുണ്ടേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ഇവിടുത്തെ ഒരു ഉപ്പ് രസമുള്ള വെള്ളമാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് 2 നേരം കുളിക്കാൻ പറ്റൂല. 2 അല്ല 3 നേരം കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ പിന്നെ അത്രയും രാവിലെ കുളിച്ചതാണ്. അങ്ങനെ കയ്യും കാലും മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഉച്ചയ്ക്ക് പോയിട്ട് നല്ല ചോറുണ്ട് കേട്ടോ. ചോറുണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കിറങ്ങിയതിന് ശേഷം ചെറിയ രീതിയിലൊരു കറക്കം കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്ന് റൂമിൽ വന്നിട്ട് അങ്ങനെ കിടന്നു. നല്ലൊരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോകട്ടെ. ആദ്യം നമ്മൾ അഗ്നിതീർത്ഥം, അതായത് കടൽ കാണണം എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. മാഷിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ എനിക്ക്. മനുഷ്യന് ഒരു വലിയ താല്പര്യമൊന്നുമില്ലാതെ കൂടെ വന്നതാണ്. അപ്പോൾ പോയപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്, കണ്ടിരിക്കാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ കുറേ നേരം നമ്മൾ അവിടെ കടൽ വക്കത്ത് കുറേ നേരം നിന്നോട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നെല്ലാം ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കുകൾ, വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ചെറിയ തിരക്കുകളേ ഉള്ളൂ കേട്ടോ. എന്നാലും എന്താ പറയുക, നമുക്കിങ്ങനെ കുറേ കാഴ്ചകളും കാര്യങ്ങളും വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ വിളക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന ടൈമാണ്. അപ്പം നമ്മൾ ഈ ഉള്ളിലേക്ക് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യക്കാരുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർ
അവരുടെ കയ്യിലൊരു കുറി തൊടുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ എനിക്കിതറിയില്ല. ഞാൻ അവിടെ ചെന്നിട്ടാണല്ലോ അറിയുന്നത്. അവർ പോകുമ്പോൾ എൻ്റെ നെറ്റിയിലൊരു കുറി വരച്ച് കിട്ടും കേട്ടോ. മാഷാണെങ്കിൽ കൈ തട്ടി മാറ്റി. പക്ഷേ എനിക്കത് കിട്ടി. പിന്നെ ഒരു 10 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ കയറിയിട്ടോ. അങ്ങനെ അത് ആ കുറിയൊക്കെ അണിഞ്ഞ് നമ്മളാണ്ട് കയറി. ഒരു നല്ലൊരു സുഖം കേട്ടോ അതിട്ടപ്പോൾ. അതും പറയണമല്ലോ, നമ്മളതിൻ്റെ നല്ലൊരു വശവും പറയണമല്ലോ. അങ്ങനെ പിന്നെ ഉള്ളിൽ കയറി. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഇടനാഴികൾ ആ ഇടനാഴികളുടെ അപ്പുറത്തേക്ക്, അതായത് നമ്മുടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നിടത്തേക്ക് ഫോൺ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. ഉള്ളിൽ നിന്ന് ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അകത്തോട്ട് കയറി പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ചായയൊക്കെ വൈകുന്നേരം അപ്പോഴത്തേക്ക് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ഇവിടെ വളയും മാലയും അതും ഇതൊക്കെ വിൽക്കുന്നുണ്ടല്ലോ. നമ്മളെവിടെ പോയാലും നമ്മൾ നോക്കുന്ന പെണ്ണുങ്ങൾ നോക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ ആ ചായയൊക്കെ കുടിച്ച് റൂമിലേക്ക് തന്നെ പോയിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഒരിക്കലായത് കാരണം കൊണ്ട് രാത്രി ചപ്പാത്തി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി നാളെ ബലിവെക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത പാർട്ടിലിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ രാമേശ്വരം വ്ളോഗിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. സെക്കൻഡ് വ്ളോഗ് ഞാനിടാം. അപ്പം